അളിയാ വാ. അളിയത് എന്ത് കോലോടാ, മൊത്തത്തിൽ ഒരു ഡെസ്പ് അവസ്ഥ നിനക്ക്. എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ അങ്ങോട്ടൊന്നും ശരിയാവും, ഒന്നും ക്ലച്ച് പിടിക്കാൻ. ഡിപ്രഷൻ ആണോ എനിക്ക് സംശയം. ഡിപ്രഷൻ എടാ, നീ വന്നിരിക്കുന്ന ഇടം കറക്റ്റാണ് ഇടം. മോട്ടിവേറ്റർ ദിനേശ്. മോട്ടിവേറ്റർ ദിനേശ്. ഓ എടാ, അപ്പൊ എന്റെ ഡിപ്രഷൻ ഒന്ന് മാറ്റിത്താടേ. ബാലിശമായ ചോദ്യം. നീ ഇങ്ങോട്ട് വന്നാണ്, ഇങ്ങോട്ട് നോക്ക്. അതല്ല, ഹൗ ടു റിമൂവ് ഡിപ്രഷൻ നോക്ക്. നീ 3 വർഷം മുമ്പുള്ള വീഡിയോയ്ക്ക് 2 ലൈക്കും 5 സബ്സ്ക്രൈബേഴ്സും. എടാ വീഡിയോ നോക്കടേ, നീ താഴോട്ട് എവിടെ നോക്കണത്? വീഡിയോ നോക്ക്. നീ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ? നീ അത് ഇത്തിരി വിടറേ. നീ എന്നിട്ട് എൻ്റെ ഡിപ്രഷൻ്റെ എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ അളിയ, നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ലിജൻഡിനെ നമ്മൾ ഫോളോ ചെയ്യണം. നീ അങ്ങനെ ആരെങ്കിലും ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ആരും ഇല്ലടേ. പിന്നോട്ടാ സച്ചിൻ. എന്താണ് നീ സച്ചിൻ്റെ ഫോളോ ചെയ്ത കാര്യം? സച്ചിൻ്റെ അത് വേറെ ഒന്നുമല്ലേ, സച്ചിൻ ഈ കല്യാണം കഴിച്ചത് 6 വയസ്സിൽ മൂപ്പുള്ള ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സാധനം ഇങ്ങനെ ട്രാക്ക് ചെയ്തോണ്ടിരിക്കും. അത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. സച്ചിൻ കല്യാണം കഴിച്ചത് വല്ലവൻ്റെ ഭാര്യ ടൂൺ ചെയ്തിട്ടല്ല. അത് വിട്. നീ നമ്മുടെ KFCയുടെ ആ ബോർഡിലൊക്കെ കണ്ണാടി വെച്ച ഒരു അപ്പൂപ്പനെ കണ്ടിട്ടില്ലേ? അത് മരിച്ചോ? മരിച്ചോടെ? വീഡിയോ പറഞ്ഞ് മരിച്ചു പറഞ്ഞാ? ഓ നല്ല മനുഷ്യനായിരുന്നു. അത് വിടും, മരിപ്പിന് പോവാം. ഇത് ആ അപ്പൂപ്പ ഉണ്ടല്ലോ, ഇങ്ങനെ കുഞ്ഞു കോഴികളെ എടുത്ത് വളർത്തി 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 അത് വലുതാകുമ്പോൾ പൊരിച്ച ആൾക്കാർ കൊടുത്താണെങ്കിൽ കോടീശ്വരനായത്. പിന്നെ സച്ചിൻ, ഗാംഗുലി, സേവക്, അസറുദ്ദീൻ ഇവരെല്ലാവരും എടാ 45 വയസ്സ് വരെ മുതുക്കായിട്ട് കളിച്ച് നടന്നിട്ട് രക്ഷപ്പെടുകയെന്ന് കണ്ടിട്ട് റിട്ടയർ ആയിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയത്. നീ ആലോചിച്ച് നോക്കിയാൽ കയറുന്നുണ്ട്. അളിയാ ഇനി കയറാവുന്നില്ല, നീ ഫുൾ ചാർജ് ആയി. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസം തോന്നുന്നു. താങ്ക്സ് അളിയാ. എനി ടൈം.